സദസ്സിലുള്ള പ്രിയപ്പെട്ട എല്ലാവരും, സഹോദരി സഹോദരന്മാർ, ഇപ്പോൾ വ്യാപാരത്തിന് ഒരു നിർവചനം കൊടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം വലിയ മാളുകൾക്കും ഓൺലൈൻ വ്യാപാരത്തിനും ഇടയിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ ധാരയാണ് ഇന്നത്തെ വ്യാപാരം എന്ന് പറയുന്നത്. ഒന്നുകിൽ വലിയ മാളുകൾ, അല്ലെങ്കിൽ ഓൺലൈൻ. കുറച്ചുകൂടി കഴിയുമ്പോൾ, സാങ്കേതികത കുറച്ചുകൂടി വികസിച്ചു വരുമ്പോൾ, ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരം വ്യാപാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് പറയേണ്ടി വരുന്നത്. അതാണ് വ്യാപാരത്തിൻ്റെ രംഗമെങ്കിൽ, വ്യവസായത്തിൻ്റെ രംഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശോചനീയമാണ്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന കൈത്തറി, കശുവണ്ടി, കയർ തുടങ്ങി തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ എല്ലാം നോക്കിയാൽ നാശത്തിൻ്റെ ഗർത്തത്തിലാണ്. ആകെയുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില ഷിപ്പ് ബിൽഡിങ്ങോ BPCLോ പോലുള്ള ചില വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമാണ്. പിന്നെ പുതിയതുണ്ടായിട്ടുള്ളത് IT മേഖലയിലുള്ള സ്വകാര്യ സംരംഭങ്ങൾ. ബാക്കി എല്ലാ മേഖലയിലും നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഈയിടെ തൃശ്ശൂരിൽ നിന്ന് ഒരു സുഹൃത്തിനെ വിളിച്ചു. അദ്ദേഹം ഒരു വ്യവസായിയാണ്. അപ്പോൾ ഒരു 6-7 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിക്കല്ല, നേരിട്ട് വന്ന് എന്നോട് സംസാരിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് വളരെ കാര്യം പറയാനായിരുന്നു. കാരണം 10-50 ഏക്കർ വരുന്ന ഒരു പ്ലോട്ട്, ആ പ്ലോട്ടിൽ 4 ഏക്കറോളം വരുന്ന സ്ഥലം ഇദ്ദേഹം ബാങ്കുകാർ ജപ്തി ചെയ്ത് ലേലത്തിൽ വെച്ചപ്പോൾ ആ ലേലത്തിൽ പിടിച്ചെടുത്താണ്. അതിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യവസായ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. അതിൽ നിന്നാണ് സാധനങ്ങൾ കയറ്റി അയക്കാനൊക്കെ കേരളത്തിലേക്കൊക്കെ തന്നെ തയ്യാറാക്കുന്നത്. ആ സ്ഥലം ഒരു കൂട്ടർക്ക് വേണം എന്ന് വാശി, ഭീഷണി, അദ്ദേഹത്തിന് ബാങ്കിലെ ലോൺ എടുത്തിരുന്നു. ആ ബാങ്കിലെ ലോണെല്ലാം പ്രശ്നത്തിലാക്കി. അങ്ങനെ വലിയ പ്രശ്നമാണ്. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. അത് കഴിഞ്ഞ 2 മാസം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചു. അദ്ദേഹം വെർച്വലി കരയുകയാണ്. അപ്പോൾ പറയാണ്, എനിക്ക് പണ്ട് ഗൾഫിൽ ജോലി കിട്ടിയതായിരുന്നു. ആ സമയത്ത് ജോലിക്ക് പോകാതെ അച്ഛൻ്റെ ബിസിനസ് നോക്കി വളർത്തി കൊണ്ടുവന്നതാണ്. ഇപ്പോഴിത് നിലനിർത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. 100 കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള സ്ഥിതിയിലാണ് വ്യവസായം നടന്നു പോകുന്നത്. അഴിമതി വളരെ ഭീകരമായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ടാക്സേഷൻ സ്ട്രക്ചറുകൾ വളരെ കാര്യമായിട്ട് ബാധിക്കുന്നു. അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു, പാലക്കാടും എറണാകുളത്തുമൊക്കെ ചുവട്ടുതൊഴിലാളികൾ നോക്കുകൂലിയും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പം കേരളത്തിലെ വ്യവസായം വരണമെങ്കിൽ ഇപ്പം നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൽപാദനത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുക ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്നാണ്. അതിൽ കുറെ മാറ്റങ്ങൾ അഡീഷണൽ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. സ്ഥലം വേണം, സ്ഥലം കിട്ടാൻ ലഭ്യത വളരെ കുറവാണ്. ലേബറിന്റെ കാര്യം നമ്മൾ നോക്കിയാൽ ലേബർ വളരെയധികം ഉണ്ട്, പക്ഷേ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലേബർ വളരെ കുറവാണ്. രണ്ടാമത്, ആ കിട്ടുന്ന ലേബർ പ്രോപ്പറായിട്ട് വരാതിരിക്കുന്നതിനും അതെങ്ങനെയെങ്കിലും മുടക്കുന്നതിനുമുള്ള ഒരു വലിയ സംഖ്യയുണ്ട്. അതുകൂടാതെ പിരിവ്. ഒരാളൊരു ഇൻഡസ്ട്രി തുടങ്ങണം എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും ചെന്നാൽ അയാൾ ഒരു 10 കോടി രൂപ കൊണ്ടാണ് ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതെങ്കിൽ ആ 10 കോടിയും മറ്റ് പലർക്കും വീതം വെച്ച് കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലാണ് കേരളം. അയാൾക്ക് ഇൻഡസ്ട്രി തുടങ്ങി 10 കോടി അടുത്തതായിട്ട് കടമെടുക്കും. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് കേരളം ഉള്ളത്. കേരളത്തിലെ ഈസ് ഓഫ് ബിസിനസ് ഒക്കെ 1-ാം നമ്പർ എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടൊരു കാര്യമാണ്. ഒരു ഈസ് ഓഫ് ബിസിനസ്സും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് ബിസിനസ് രംഗത്തുള്ളവരെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെയാണ് കേരളത്തിന്റെ വ്യവസായ രംഗമുള്ളത്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ, അതോടൊപ്പം മറ്റൊരു കാര്യമുള്ളത്, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹമൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം,
ജനസംഖ്യയിൽ വലിയ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 27% വരുന്ന ജനസംഖ്യ ഇവിടെ ജനന നിരക്ക് 54%-ലധികം വരുന്ന ജനസംഖ്യയുടെ ജനന നിരക്കേക്കാൾ കൂടുതലാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. 27% ജനങ്ങൾ 54% ജനങ്ങളിൽ ഉണ്ടാകുന്ന ജനന നിരക്കിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഈ ഹൈന്ദവ വിഭാഗങ്ങളിലെ കുട്ടികളൊക്കെ എവിടെ പോകുന്നു? അപ്പൊ അവർക്ക് ഒന്ന് അടിസ്ഥാനപരമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും, വേടൻ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ വാക്കുകൾ വിളിച്ചു പറയുന്ന അവിടെ കൂടിയിരിക്കുന്നവര് ആയിരക്കണക്കിന് പേരാണ് കൈപ്പൊക്കാനും ആടാനുമായിട്ട്. അതാരാണെന്ന് നോക്കിയാൽ മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് അവർ അത്തരം കാര്യങ്ങൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നത്? മറ്റു കാര്യങ്ങളിൽ അവർക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ മയക്കുമരുന്നിനോടും അത് മദ്യത്തിനോടും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളോടും താല്പര്യം കാണുന്നുമുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം മാറ്റി നേരത്തെ അധ്യക്ഷൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ യുവാക്കളെ ഇതിലേക്ക് പിടിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ഇവിടെ വിദ്യാഭ്യാസം കിട്ടി ആ വിദ്യാഭ്യാസം തൊഴിലെടുക്കാൻ പ്രാപ്തമായതാക്കി മാറ്റിയിട്ട് എന്റർപ്രണർഷിപ്പ് പഠിപ്പിച്ചു കൊടുത്ത് തൊഴിൽ ദാതാക്കളായി അവരെ വളർത്തുവാനുള്ള സംവിധാനം ഉണ്ടാക്കണം. എങ്കിലേ നമ്മുടെ സമൂഹം തന്നെ അടുത്ത 20-25 വർഷം കഴിഞ്ഞാൽ ഒരു നിലനിൽപ്പുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ വളരെ അപകടകരമായ മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘിനോട് പറയാനുള്ളത്, ഒന്ന്, എക്സിസ്റ്റിംഗ് ആൾക്കാര്, ഇപ്പൊ അവര് കുറെ ആൾക്കാര് ഇതിലേക്ക് വരാൻ മനസ്സുണ്ടെങ്കിലും വരാൻ സാധിക്കാതിരിക്കുന്നവരുണ്ടാകും. പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇതിൽ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. പക്ഷെ പുതിയവരെ ഉണ്ടാക്കണം. പുതുതായിട്ട് വ്യാപാര രംഗത്തും വ്യവസായ രംഗത്തും യുവാക്കളെയും യുവതികളെയും കൂടുതലായിട്ട് കൊണ്ടുവരുവാനുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായാലേ സാധിക്കുള്ളൂ. അങ്ങനെ ഇവിടെ തന്നെ വളരെ മാന്യമായ ശമ്പളം കിട്ടുന്നതിന് ഉപരിയായി ഉള്ള ലാഭവും വളർച്ചയും ഉണ്ടാകും എന്ന് ബോധ്യം വന്നാൽ നല്ലൊരു വിഭാഗം യുവാക്കളും ഇവിടെ തന്നെ തുടരുവാനായിട്ട് സന്നദ്ധരാണ്. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ, അതായത് ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തിയെടുക്കുന്നതിൽ വ്യാപാരി വ്യവസായ സംഘിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ക്ഷേത്രങ്ങൾ ആധ്യാത്മിക മാത്രമല്ല ഭൗതികമായ കാര്യങ്ങളുടെയും വളർച്ചയുടെ കേന്ദ്രമാകണം. അതിലെ ഭൗതിക വളർച്ചയുടെ ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടത് വ്യാപാരി വ്യവസായി സംഘമാണ്. ആ പങ്ക് വഹിച്ചാൽ മാത്രമേ യുവതീ-യുവാക്കളെ മറ്റ് കാര്യങ്ങൾ താല്പര്യങ്ങളിൽ നിന്ന് മാറ്റി തികച്ചും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനും കേരളത്തിൽ തന്നെ അവരെ നിർത്തുവാനും ഇവിടെ നമ്മുടെ ഭൗതിക അന്തരീക്ഷം കൂടുതൽ ഉന്നതിയിലേക്ക് വളർത്തിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിന് സാധിക്കണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ പലതും കേട്ടു. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അത് സോളാർ മറ്റു വയ്ക്കലാണ് അതിനുള്ള പ്രതിവിധി. അല്ലാതെ ഏതായാലും KSEB ഇത്രയും ശമ്പളം കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ചെയ്യുന്ന KSEB ചാർജ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ ഞാനൊക്കെ സോളാർ പ്ലാന്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ മാസം വന്ന് ഇപ്പൊ അതേ മീറ്റിംഗിൽ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് ടൈം അനുസരിച്ച് കറണ്ട് മാറുന്നുണ്ട്, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ വാങ്ങിക്കണം നമ്മുടെ കയ്യിൽ നിന്ന്. അങ്ങനെയാണ് അവർ ഓരോ മാസം ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും KSEB-യിൽ നിന്ന് വലിയ സഹകരണം വ്യവസായ രംഗത്തോ വ്യാപാര രംഗത്തോ പ്രതീക്ഷിക്കേണ്ടതില്ല റേറ്റിന്റെ കാര്യത്തിൽ. കാരണം 20% ഇലക്ട്രിസിറ്റി മാത്രമേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. 80% ഇലക്ട്രിസിറ്റി നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അത് കേരളത്തിൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പോലും നമ്മൾ നടക്കുന്നില്ല. അതേസമയം ഇലക്ട്രിസിറ്റി ബോർഡിന് ഓരോ വർഷവും ഉണ്ടാകുന്ന ഭീമമായ ചെലവ് ഇവരിൽ നിന്ന് വഹിച്ചേ സാധിക്കൂ എന്നുള്ളതാണ്. അല്ല, അതായത് പ്രമേയം കണ്ടപ്പോൾ
ഞാൻ അപ്പോൾ തന്നെ എൻ്റെ അടുത്തിരുന്ന ആളോട് പറയായിരുന്നു ഇത് നടപ്പാകില്ല, അത് അല്ല ആ പ്രമേയമായിട്ട് തന്നെ ഇരിക്കുള്ളൂ, അതിലൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ള പറയാണ്. അപ്പൊ അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇപ്പൊ വ്യവസായികളും കഴിയുന്നത്ര സോളാർ പ്ലാന്റുകൾ സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നതിനും അതിൽ നിന്ന് കഴിയുന്നത്ര ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുമെല്ലാം പൂർണ്ണ ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ KSEBിയിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കണം. ഇപ്പൊ KSEBിക്കാർ പല സ്ഥലത്തും ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഇത് കൊടുക്കാതിരിക്കാനായിട്ട് സൂര്യ പ്രധാനമന്ത്രിയുടെ യോജനയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിയുന്നത്ര കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. കാരണം അവർക്കുള്ള ബെനിഫിറ്റ്സ് കുറയുന്നു, കറണ്ടിന്റെ ചാർജ് കുറഞ്ഞു വരുന്നു. അങ്ങനെ എല്ലാവരും സോളാറിലേക്ക് പോകുകയാണെങ്കിൽ KSEB അടച്ചിടേണ്ട ഘട്ടത്തിലേക്ക് എത്തും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല വഴി വ്യാപാരികൾക്കും വ്യവസായികൾക്കും കഴിയുന്നത്ര സോളാർ പാനൽ കൂടി എക്സ്പാൻഡ് ചെയ്ത് അതിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അത് സോളാർ മാത്രമാകണമെന്നില്ല, വിൻഡാകാം, അതുപോലുള്ള മേഖലകളിലേക്ക് ആകാം. അതുപോലെ നമ്മൾ ശ്രമിക്കേണ്ടത് ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. ആ കണ്ടുപിടുത്തങ്ങൾ കമേഴ്ഷ്യലായിട്ട് വികസിപ്പിച്ച് അത് നന്നായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ വളർത്തിയെടുക്കണം. നമ്മൾ ചൈനക്കാരെ കാണുക, ചൈനയിലൊക്കെ ഇപ്പൊ അവര് 2 ദിവസം മുമ്പ് ഒരു കാണിച്ചതാണ്, ഒരു കണ്ണട നമ്മളൊരു സ്പെക്സ് വെച്ചാൽ അടുത്ത സംസാരിക്കുന്നത് ഇപ്പൊ ചൈനീസിലാണ്, അത് എനിക്ക് ഇംഗ്ലീഷിൽ കേൾക്കാം. അയാൾ എന്താണ് പറയുന്നത് അത് എനിക്ക് ഇംഗ്ലീഷിൽ മനസ്സിലാക്കും. അത് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ണട കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ ഇതേപോലെ 100 കണക്കിന് കണ്ടുപിടുത്തങ്ങളാണ് ചൈനയിൽ നടക്കുന്നത്. നോക്കുക, നമ്മള് 2014 കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ 80ാമത്തെ റാങ്കിലായിരുന്നു. ഇപ്പൊ നമ്മൾ 40ാമത്തെ റാങ്കിലാണ്. പക്ഷെ ഇനിയും വളരെ മുന്നോട്ട് പോകാനുണ്ട്. അതുപോലെ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ പലയിടത്തും നടക്കുന്നത് ഈവൻ അഡൽട്ട് ടിങ്കറിംഗ് ലാബറട്ടറി എന്ന് പറയുന്ന സ്കൂളുകളിലുള്ള ലാബറട്ടറികളിൽ പോലും ചെറിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. അത് കമേഴ്ഷ്യലായിട്ട് ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്താനുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ നമ്മൾ പോകണം. അപ്പോ ഇത്തരം വികസനങ്ങൾ പ്രാവർത്തികമായി കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ, ഭൗതികമായ മുന്നേറ്റങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ. അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ചെറിയ ഏറ്റവും വലിയ സംഘടനയാണെങ്കിലും ഏറ്റവും കരുത്ത് ഉണ്ടാകേണ്ട സംഘടനയാണ്, ബാക്കി എല്ലാവരെയും താങ്ങേണ്ട ഒരു സംഘടനയാണ് ഇതെന്നും കൂടി പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാ സംഘടനകളെയും താങ്ങേണ്ട ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായ സംഘം. തീർച്ചയായിട്ടും. കാരണം മറ്റുള്ളവരൊന്നും ഉൽപാദന അല്ലെങ്കിൽ വിതരണ പ്രക്രിയകളിൽ ഭാഗമാക്കാകുന്നില്ല, ഇത് മാത്രമേ അതിന് ഭാഗമാക്കാകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടാകണം, അതിനെല്ലാം വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി.